പ്രൈസ് ലോർഡ്. ഞാനൊരു വചനം പറയട്ടെ. ദൈവത്തിൻ്റെ സന്നിധിയിൽ അത് എത്രയിലാണെന്ന് എനിക്ക് ഓർമ്മയില്ല. ഒരു വചനം അതിങ്ങനെയാണ്: അന്യൻ്റെ കൂട്ടുകാരൻ്റെ ഭവനം കണ്ട് മോഹിക്കരുതെന്ന്. കൂട്ടുകാരൻ്റെ ഭവനം കണ്ട് മോഹിക്കരുത്. അപ്പോൾ കൂട്ടുകാരൻ്റെ ഭവനം കണ്ട് നമ്മൾ ഭൗതികമായി എന്താ വിചാരിക്കുക? കൂട്ടുകാരൻ്റെ ഭവനം കണ്ടിട്ട് മറ്റുള്ളവർ ചെയ്യുന്ന വീട് പോലെ നമുക്ക് ചെയ്യണം അല്ലേ? അപ്പോൾ മറ്റുള്ളവർ വീട് പോലെ നമ്മൾ ചെയ്താൽ നമ്മളെന്താ കടത്തിലാവും, നമ്മൾ പിന്നെ കടം വീട്ടി ജീവിതം മുഴുവൻ തീർക്കേണ്ടി വരും. അതൊരു സംഭവം തന്നെയാണ്. പക്ഷേ ഈ കൂട്ടുകാരൻ്റെ ഭവനം കണ്ട് മോഹിക്കരുതെന്ന് പറഞ്ഞതിൻ്റെ പൊരുളറിയാം. നമ്മൾ ആത്മീയമായ നമ്മളെ ഹൃദയമാണ് നമ്മളെ ഭവനം. ആ ഭവനത്തിലുണ്ട് നമുക്ക് ഒരു ആത്മാവ്. ആ ആത്മാവിലുണ്ട് നമ്മളെ ആ ചിന്തകളാണ് നമ്മൾ പുറത്തേക്ക് ആഗ്രഹങ്ങളായിട്ട് മാറുക. അപ്പോൾ ആത്മാവ് കെട്ടിക്കിടക്കുന്നതാണ് പുറത്തേക്ക് നമ്മൾ വായിന്ന് വരുന്നത്. അപ്പോൾ ആ കൂട്ടുകാരൻ്റെ ഭവനം കണ്ട് മോഹിക്കരുത് എന്ന് പറഞ്ഞൊരു ഉദ്ദേശം എന്താണെന്ന് അറിയാം. ദൈവത്തിൻ്റെ ഈ വചനത്തിലൂടെ ഞാൻ ഇടപെട്ട്, ദൈവമേ ഇതെന്താണ് ഈ കൂട്ടുകാരൻ്റെ ഭവനം കണ്ട് ഞാനത് വെച്ച്, ദൈവമേ അപ്പുറത്തെ വീട്ടുകാരുടെ ഇപ്പുറത്തെ വീട്ടിൽ എനിക്ക് എടുക്കാനാണോ, അല്ലെങ്കിൽ ഞാൻ അത് കണ്ടിട്ട് ഇതുപോലെ ചെയ്യാനാണോ? ഹല്ലേലൂയ. അപ്പോൾ ഇതൊന്നും എന്തല്ല, അത് കൂട്ടുകാരൻ്റെ ഭവനം കണ്ട് നമ്മൾ ഭൗതികമായ കാഴ്ചപ്രകാരം നമ്മളങ്ങനെയാണ് ചിന്തിക്കുക. പക്ഷെ ആത്മീയമായ നമ്മുടെ ആത്മാവിലുണ്ടാവുന്ന ആത്മീയമായ നമ്മുടെ ഹൃദയത്തിലുള്ള ഭവനത്തിൽ മറ്റൊരാൾക്ക് സ്ഥാനം അവിടെ ഉണ്ടാവരുത്. കൂട്ടുകാരൻ്റെ ഭവനത്തിൽ ഒരാൾ മോശമായ ഭവനമാവരുത്. അതാണ് നമ്മുടെ മോശമായ ഒരു കാര്യം അവിടെ ഓരോ ഹൃദയത്തിൽ ഉണ്ടാവരുത്. ആ സ്ഥാനത്ത് നമ്മൾ നല്ല കാര്യത്തിലേക്ക് മാത്രം ചെയ്യുമ്പോൾ ആ ഹൃദയത്തിൽ അവിടെ നന്മയും നമ്മളും നന്മയായി, അവർക്കും നന്മ കിട്ടി നമുക്കും നന്മ കിട്ടി. അപ്പോൾ ഒരാളെ കൂട്ടുകാരൻ്റെ ആലയത്തിൽ നമ്മൾ പാർക്കുന്നവരാവരുത്. അതാണ് ദൈവം ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ അത്രയും പറഞ്ഞു തരുന്ന ദൈവം എവിടെയെങ്കിലും ഉണ്ടോ? അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളാണ് നമ്മൾ ഉള്ളിൽ വരുന്ന ഓരോരുത്തരും എന്താ പറയേണ്ടത്, നമ്മൾ ആശ്രയിക്കില്ല മറ്റുള്ളവരൊന്നും പോയിട്ട് അങ്ങനെ ആക്കണം ഇങ്ങനെ കിട്ടണം എന്ന് വിചാരിക്കില്ല. അപ്പോൾ അത് നമ്മൾ ദൈവത്തിനോട് ഏൽപ്പിച്ച് കൊടുത്ത് നമ്മൾ മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരില്ല. പക്ഷെ അത് ഒരു മോശമായ കാഴ്ചപ്പാടിലാവരുതെന്നേ ഉള്ളൂ. ആലയം എന്ന് പറയുന്നത് അതാണ്. ഒരാൾക്കും നമ്മൾ മോശമാവേ ഓരോ ജീവിതത്തിൽ ഉണ്ടാവരുത്. ഓരോ ഹൃദയത്തിൽ നമ്മളെ ഹൃദയത്തിൽ ഉണ്ടാവരുത്. ഇതാണ് കൂട്ടുകാരൻ്റെ ഭവനം കണ്ട് മോഹിക്കരുത് തന്നെ. അപ്പോൾ അതൊന്നും നീതിയായ പ്രവൃത്തിയല്ല, അന്യായമായ ചിന്തയാണ്. അതൊന്നും നമ്മുടെ ജീവിതത്തിൽ നന്മയായിട്ട് വരികയില്ല. അത് നാശകരമായിട്ട് തന്നെയാണ് പോവുക. അപ്പോൾ ഇതാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ദൈവത്തിൻ്റെ വചനത്തിലൂടെ നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. ഇത് പഠിച്ചു തരുമ്പോൾ നമ്മളെ ഉള്ളിൽ എന്തെല്ലാമുണ്ട് എന്ന് ദൈവം കാണിച്ചു തരും. അതൊക്കെ നീക്കം ചെയ്ത് എന്നാലേ നമുക്ക് ഈ പ്രവൃത്തിയും സത്യവും വെളിപ്പെട്ട് വരും. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ.